ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ 3 സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചത് ആരാധകരുടെ പ്രിയപ്പെട്ട ആശാനായ ഇവാൻ വുക്കുമനോവിച്ച് ആയിരുന്നു. ആദ്യ സീസണിലൊക്കെ ഗംഭീര പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത്. ഫൈനൽ വരെ എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു. പിന്നീട് കഴിഞ്ഞ 2 സീസണുകളിലും പ്ലേ ഓഫിലേക്ക് എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ കിരീടങ്ങൾ ഒന്നും ക്ലബിന് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. പക്ഷേ ഇവാൻ വുക്കുമനോവിച്ചിന്റെ വില നമുക്കിപ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിന്റെ ദൗർബല്യം എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി പുറത്തേക്ക് വന്നു. ഏതായാലും ഇവാൻ വുക്കുമനോവിച്ചിനെ വിവരിച്ചുകൊണ്ട് ഒരു ലേഖനം ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവാൻ ആശാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ വിവരിക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരം, ആ താരത്തിന്റെ പേര് ടൈംസ് ഓഫ് ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടില്ല. ഇവാൻ ആശാന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ആ ഒരു താരം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ക്ലബിന്റെ ദൗർബല്യങ്ങൾ മറച്ചു പിടിച്ചിരുന്നത് ഇവാൻ ആശാൻ ആയിരുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സിനകത്തെ ഒരു താരം പറഞ്ഞിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു റിപ്പോർട്ടിൽ ഉള്ള ആ ഭാഗം ഇങ്ങനെയാണ്: പോരായ്മകൾ ഇല്ലാത്ത ഒരു പരിശീലകനായിരുന്നില്ല ഇവാൻ വുക്കുമനോവിച്ച്. പക്ഷേ ക്ലബിന്റെ ദൗർബല്യങ്ങൾ മറച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഏകദേശം ഇതേ സ്ക്വാഡ് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ഇവാന് കീഴിൽ കളിച്ചത്. തുടർച്ചയായി 3 തവണ പ്ലേ ഓഫിന് യോഗ്യത ലഭിച്ച ഒരു ടീമിന് എങ്ങനെയാണ് ഇങ്ങനെ പിറകോട്ട് പോകാൻ സാധിക്കുക? ഇതാണ് ബ്ലാസ്റ്റേഴ്സിലെ ഒരു താരം പറഞ്ഞതായിക്കൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇവാൻ വുക്കുമനോവിച്ചിനെ പുറത്താക്കിയത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സിനകത്തുള്ള ചില താരങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ദുർബലമായിരുന്നു. ആ ദൗർബല്യങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ ഇവാൻ ആശാന് കഴിഞ്ഞിരുന്നു. അദ്ദേഹം പോയതോടുകൂടിയാണ് ഈ സ്ക്വാഡിന്റെ ദൗർബല്യങ്ങളെല്ലാം പുറത്തു വന്ന് ഈ ഒരു മോശം രൂപത്തിലേക്ക് ക്ലബ്ബ് മാറിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.